എല്ലാവർക്കും ഈ മസാലക്കൂട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു അടിപൊളി മസാല, ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന മസാലയാണ്. ഇത് നമുക്ക് ചിക്കൻ കറിക്കും ബീഫ് കറിക്കും കടലക്കറിക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മസാലയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ 3 ടേബിൾ സ്പൂൺ മല്ലി എടുക്കുന്നുണ്ട്, 6 വറ്റൽ മുളക്, 4-5 ഏലക്ക, 6-7 ഗ്രാമ്പു എടുക്കുന്നുണ്ട്, 2 ടേബിൾ സ്പൂൺ പെരുംജീരകം, 4-5 കറുവാപ്പട്ട, ഇത് ചെറിയ കഷ്ണങ്ങളാണ്, തക്കോലം 3 എണ്ണം എടുക്കുന്നുണ്ട്, കസ്കസ് 1 ടീസ്പൂൺ, ഷാജീര 1 ടീസ്പൂൺ, 2 ചെറിയ ജാതിപ്പത്തിരിയും നമ്മളിവിടെ എടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന മസാല ആയതുകൊണ്ട് ഈ ഒരു മസാലയ്ക്ക് ആ ഫ്രഷ്നെസ്സും അതുപോലെ ആ ടേസ്റ്റും എപ്പോഴും നിലനിർത്താൻ പറ്റും. ഏറ്റവും ആദ്യം പാൻ ചൂടാൻ വെക്കുക, അതിനുശേഷം വറ്റൽ മുളക് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മീഡിയം തീയിലാണ് നമ്മൾ ചൂടാക്കിയെടുക്കുന്നത്. ഇത് പൊടിച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മളൊന്ന് ചൂടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിവിടെ കറുവാപ്പട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഇടയ്ക്കൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇവിടെ മല്ലി ആഡ് ചെയ്ത് കൊടുത്തു നമ്മൾ. അതിനുശേഷം ഒന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ തക്കോലം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഏലക്കായും ഗ്രാമ്പുവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പെരുംജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഷാജീരായും അതുപോലെ കസ്കസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടിവിടെ റെഡിയായി. ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാവുന്നതാണ്. ഇനി നമുക്കിത് ആറി വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് ആറി വന്നു കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് പൊടിച്ച് മസാലപ്പൊടിയാക്കി എടുക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ മസാലപ്പൊടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ മസാലപ്പൊടി നമുക്ക് പല കറികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ചിക്കൻ കറി, ബീഫ് കറി, അതുപോലെ കടലക്കറി, അതുപോലെ പല കറി ഐറ്റംസിനും നമുക്ക് ഈ മസാല ഉപയോഗിക്കാവുന്നതാണ്. ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും വലിയൊരു നന്ദി.